പടകാടി ചണ്ടി ചങ്കരി വർക്കലി വർഗലി ഭഗവതി അടിയനിൽ അലിവോടി നിത്തിരി കണിയണം. എന്ത് നിർത്തിക്കളഞ്ഞത്? മുഴുവൻ പാടാത്തത് പറഞ്ഞു പാടിക്കാൻ നീ ആര്? സംഗീത സംവിധായകനോ? സംഗീത സംവിധായകനൊന്നും അല്ലെങ്കിലും എനിക്ക് വ്യക്തിത്വമുണ്ട്. അതുകൊണ്ടാണല്ലോ നീ എന്റെ പേര് പറഞ്ഞ് കുട്ടിമാമയുടെ വീട്ടിൽ കയറിയത്. അപ്പുകുട്ടന്റെ പേരിൽ തന്നെ കയറാനാ വന്നത്. ബെല്ലടിച്ചു. കുട്ടിമാമ കഥവ് തുറന്നപ്പോ ഒറ്റ ചോദ്യം, അശോകനല്ലേ എന്ന്. പ്രായം ചെന്ന മനുഷ്യനല്ലേ എന്ന് വിചാരിച്ച് ഞാൻ തിരുത്താൻ പോയി. പിന്നെ ഞാൻ വന്നപ്പോ നീ എന്താ തിരുത്താത്ത? തിരുത്താൻ സമയം വേണ്ടേ? ഉള്ള സമയം കൊണ്ട് നിന്നെ പൊക്കച്ച് പുറത്തിയടിക്കാൻ നോക്കൂ, ഞാൻ പേര് തിരുത്താൻ നോക്കൂ. ദമയന്തിയുടെ മുമ്പ് നീ കുറച്ചാൾ ഷൈൻ ചെയ്തില്ലേ, ഇനി അശ്വതിയുടെ മുമ്പ് ഞാൻ കുറച്ച് ഷൈൻ ചെയ്യട്ടെ. അതാണോ കാര്യം? അതാണ് കാര്യം. എത്ര നാൾ ഷൈൻ ചെയ്യും? എത്ര നാൾ ഷൈൻ ചെയ്യണം? എത്ര നാൾ ചെയ്യാം? എത്ര നാൾ വേണേലും ചെയ്യാം. ഇടാ കൂടിയ ഒരാഴ്ച. അതിനുള്ളിൽ നിന്നെ പുകച്ച് പുറത്ത് ചാടിച്ചില്ലെങ്കിൽ എന്നെ അപ്പുകുട്ടാന്ന് വിളിച്ചോ? എന്നെ പുറത്തിയാടിച്ച് നീ അകത്ത് കയറുകയാണെങ്കിൽ നിന്റെ പേര് നിനക്ക് തന്നെ. എടാ ഞാൻ കേറിയ നീ താനെ പുറത്തിയാടും. സിംഹത്തിന്റെ ഗുഹയിൽ പൂച്ച കടക്കില്ലടാ. തല ഇവിടെ ഇരിക്കുമ്പോ വാലിരുന്ന് അനങ്ങല്ലടാ. ചായ बिहान देखी कोती चे कैसा खा പൂലാൻ ദേവിയോ? ചായയല്ലേ ചോദിച്ചുള്ളൂ, ചാരാൻ ചോദിച്ചില്ലല്ലോ. कियाडे അല്ല, ചായ ഉണ്ടാക്കാൻ വെള്ളം തിളപ്പിക്കേ. ഇത് ഞാൻ ചെയ്തു തരാം. ഞാൻ കത്തി ഹെൽപ്പ് ഹെൽപ്പ്. പൈ ലിപ്സ് രസ്യം മിക്സി. നിനക്ക് അടുക്കളയിൽ എന്താ കാര്യം? ഞാനിവിടെ ചുമ്മാ ഈച്ചയായിട്ട് ഇരിക്കല്ലേ കുട്ടിമാമ. ഡോൾമ അമ്മായി ഒന്ന് സഹായിക്കാമെന്ന് വെച്ചു. അങ്ങനെ ഇപ്പൊ മിക്സിയെ പിടിച്ചോണ്ട് നീ അമ്മായിയെ സഹായിക്കണ്ട. എന്നെ കറണ്ടടിക്കുമെന്ന് പേടിച്ചിട്ടാണല്ലേ? എന്തൊരു സ്നേഹമുള്ള കുട്ടിമാമ. നിന്നെ ഭയങ്കരമായി സ്നേഹിക്കാൻ തന്നെ ഞാൻ തീരുമാനിച്ചിരിക്കാം. അതെയോ? നിന്റെ മേൽ എന്റെ ഒരു കണ്ണ് എപ്പോഴും ഉണ്ടായിരിക്കും. ഡോൾമ, അടുക്കളയിലുള്ള സ്പൂണിന്റെയും പാത്രത്തിന്റെയും ഒരു ലിസ്റ്റ് തയ്യാറാക്കി പോയി. किनु അതൊക്കെ രാത്രി കിടക്കുമ്പോ പറഞ്ഞുതരാം. ഈ കുണോന്ന് വെച്ച എന്താ കുട്ടിമാമ? കിനോ ഞാൻ പറഞ്ഞുതരാം. ഇവ തന്നെ പറഞ്ഞേരണേ. എനിക്ക് പറുദീസയിലേക്കുള്ള വഴി കാണിച്ചു തന്ന പക്ഷിശാസ്ത്രക്കാരൻ വീട്ടിൽ വരികയാണെങ്കിൽ വെറും കൈയോടെ മടക്കി അയക്കരുത്. ഒരു 10 സെന്റ് സ്ഥലം അയാൾക്ക് എഴുതി കൊടുക്കാൻ അച്ഛനോട് പറയണം. अकसटो നിന്നെ കുറിച്ച് ഞാൻ എഴുതാതിരിക്കുമോ? നീ അക്കോഷേട്ടന്റെ ഉണ്ണിക്കുട്ടനല്ലേ? നീ സമാധാനപ്പെട്ട്, നിന്നെ കുറിച്ച് ഞാൻ എഴുതാം. നീ എന്താ ഈ കത്തി വേഷത്തില്? ഫാൻസി ഡ്രസ് കോമ്പറ്റീഷൻ വല്ലതും ഉണ്ടോ? നന്നായിട്ട് ചേരുന്നുണ്ട്. എന്റെ ഒരു വേഷമേ നീ കണ്ടിട്ടുള്ളൂ. താമസിയാതെ പല വേഷങ്ങളും നിനക്ക് കാണാം. എന്നാ നീ ദിവസം ഓരോന്ന് ഇട്ടോണ്ട് വാ, ഞാൻ ഇവിടെ നിന്ന് മാർക്കിടാം. ഉണ്ണിക്കുട്ടൻ എന്താ പേടിച്ചിരിക്കുന്നത്? ഇതൊന്നും ചെയ്യത്തില്ല നമ്മുടെ അപ്പുക്കുട്ടൻ. अम्बटन എടാ നീ കത്തി ഒളിപ്പിക്കണ്ട. നേപ്പാളി ഭാഷയിൽ അമ്പട്ടൻ എന്ന് പറഞ്ഞ അപ്പുക്കുട്ടൻ എന്നാ. എന്താ അശോകൻ അപ്പുക്കുട്ടൻ എന്നെ കാണാൻ ഇങ്ങോട്ട് വന്നത്? എന്നെ മോശക്കാരനാക്കി നാട് കടത്താനുള്ള നിന്റെ മോഹം ചീറ്റിപ്പോയി എന്ന് പറയാം. ആഹാ. എന്നെ തോൽപ്പിക്കാനുള്ള നിന്റെ എല്ലാ ശ്രമവും ഞാൻ പരാജയപ്പെടുത്തും. നീ ഇവിടെ സുഖിച്ച് ജീവിക്കാതിരിക്കാൻ വേണ്ടി ഞാൻ മരിക്കാൻ വരെ തയ്യാറായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പുക്കുട്ടൻ പറഞ്ഞതുപോലെ ചെയ്യുന്നവൻ. അറിയാം, ഞാൻ കേട്ടിട്ടുണ്ട്. എന്നാ ബാക്കിയും കൂടെ കേട്ടോ. 24 മണിക്കൂറിനകം വിത്തിൻ 24 hours കാഠ്മണ്ഡുവിൽ നിന്ന് ഈ കുറ്റിയും പറിച്ച് പോയില്ലെങ്കിൽ ഗൂർഖകളുടെ അടികൊണ്ട് ഈ മരത്തിന്റെ ചോട്ടെ നീ പരാലിസിസ് പിടിച്ച് കിടക്കും. ആരേശ് മൂട്ടി അപ്പുക്കുട്ടനാണ് പറയുന്നത്. പിന്നെ നീ വിളിച്ചാലോടനെ വരാൻ ഗൂർഖകൾ നിന്റെ അളിയന്മാരല്ലേ? അതിലൊരുത്തൻ എന്റെ അളിയനായി. അവനെ വിളിച്ചോണ്ട് വാടാ. ഊശിയാക്കാതെ വാശിയോടാണ് പറയുന്നത്. ഞാനും വാശിയോടാ പറഞ്ഞത്. പോടാ വിട്. അരഞ്ഞണത്തിന്ന് വിട്.
ഓഹോ അമ്പട്ടൻ പാര. ആ പാറ ആ, കളിക്ക്. ഉം. ഉതിരം, ഘടകം, ഒഴിവ്, ഘടകത്തിലൊഴിവ്, പിന്നെ ശവനം. അവനോട് ചെന്ന് പറഞ്ഞാലും ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട്. എടാ അപ്പുക്കുട്ട, ഇറങ്ങി വേടാ. എടാ അപ്പുക്കുട്ട, ഇവിടെ എവിടെ എവിടെ? ഇങ്ങ മേളില്. എന്തു വേണം? ഇറങ്ങി വേടാ. യാത്ര വഹിക്കാൻ വന്നായിരിക്കും. അല്ല, നിന്നെ യാത്ര അയക്കാൻ അങ്ങ് മുകളിലോട്ട്. മേളിലോട്ട്. അവന്മാർക്ക് എത്ര രൂപ കൊടുത്തു? ആർക്ക്? നിന്റെ ഗൂർഖാളിയന്മാർക്ക്. ദേ, കുട്ടിമാമനും ഡോൾമ അമ്മായി അമ്മായിയുടെ അനിയത്തി ഉക്രയുടെ കല്യാണം ഉറപ്പിക്കാൻ പോക്കറക്കി പോയിരിക്കുക. ആണുങ്ങളില്ലാത്ത നേരം നോക്കി വീട്ടിൽ കയറി പോക്കത്തിനെ കാണിച്ചാലുണ്ടല്ലോ. നീ ആണല്ലെന്നറിയാം, അതാണല്ലോ അവന്മാരെ അയച്ചത്. അവന്മാരോ? നീ എന്തുവാടേ പറയുന്നത്? തണുപ്പത്ത് പീഡിയത്തിനെ കിടന്ന് നിന്റെ പിരി ഇളയി പോയടാ. ഇക്കണക്കിന് പോയാൽ നിന്റെ പിരി ഓരോന്നായിട്ട് ഞാൻ ഇളക്കും. നീ കിളക്കും. എടാ, നായ നടുകളിലും ചെന്നാലും നക്കിയേ കുടിക്കുള്ളൂ. ഇവിടെ വന്നിട്ട് നിനക്ക് കൂലിത്തല്ലുകാരായിട്ടല്ലോ കമ്പനി. ഇവൻ എവിടുന്നോ അടി കിട്ടിക്കാണ്. കിട്ടിയ ചാൻസ് കളയണ്ട. അടി ശരിക്കും കിട്ടിയല്ലേ? ഓ ഓ, നിന്റെ അവന്മാരോട് ചെന്ന് ചോദിക്കേ, അവര് പറയും. വാക്ക് പാലിക്കുന്നവനാണ് ഈ അപ്പൂക്കുട്ടൻ. അല്ല, അശോകൻ എന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? അവനെ ഇതൊരു സൂചനാത്തല്ല് മാത്രമാണ്, റിഹേഴ്സൽ. ഇനിയും മുറപ്പെണ്ണിന്റെ കൂടെ കഴിയുമെന്നാണ് മോഹമെങ്കിൽ അനിശ്ചിത കാലത്തേക്കുള്ള തല്ല് പുറകെ വരുന്നുണ്ടോ? എടാ അപ്പുകുട്ട, നിന്റെ അന്ത്യം എടുത്തിരിക്കുന്നു. ഗൂർഖ കത്തിക്ക് വില വളരെ കുറവാണ്. ഒരെണ്ണം ഞാൻ വാങ്ങിച്ചോണ്ട് വന്ന് സലാഡിന് കൊത്തിയരിയുന്ന പോലെ നിന്നെ ആരെയും തൈപ്പറമ്പിൽ അശോകനാണ് ഈ പറയുന്നത്. ചെക്ക്. I love you. അശ്വതി, എന്നെ വിളിച്ചോ? ഇല്ല, ഒരു വിളി ഞാൻ കേട്ടല്ലോ. തോന്നിയതായിരിക്കും. ശരിയാ, ഏത് നിമിഷവും അശ്വതിയുടെ വിചാരോട്ട് നടക്കുകയല്ലേ, അതുകൊണ്ട് തോന്നിയതാവും. ശരി, ഞാൻ ഡിസ്റ്റർബ് ചെയ്യുന്നില്ല. ബുദ്ധന്റെ റിസർച്ച് നടക്കട്ടെ. ബെസ്റ്റ് ഓഫ് ലക്ക്. അപ്പുകുട്ടേട്ടാ, എന്താ അശ്വതി? ഞാൻ അപ്പുകുട്ടേട്ടാന്ന് വിളിച്ചപ്പോ അശോകേട്ടൻ എന്തിനാ വിളി കേട്ടത്? എന്റെ ഓമന പേരാണെന്ന് വിചാരിച്ചു. അശ്വതി എന്ത് വിളിച്ചാലും ഞാൻ വിളി കേൾക്കും. എന്നാ ഇനി മുതൽ ഞാൻ അപ്പുകുട്ടേട്ടാന്നേ വിളിക്കുള്ളൂ. അല്ല, സ്വീറ്റ് ഒപ്പുന്നായാലോ? അശ്വതി ഇഷ്ടം. പോടാ, ഇത് അവന്റെ ഫോട്ടോ അല്ലേ? ഇതെങ്ങനെ ഇവിടെ വന്നു? ശരിയാണല്ലോ, ഇതെങ്ങനെ എന്റെ മേശപ്പുറത്ത് വന്നു? അശ്വതിയെ വശീകരിക്കാൻ വേണ്ടി അവൻ ഇവിടെ കൊണ്ടിട്ടതാണ്. ഓ, രണ്ടും കൽപ്പിച്ച് നടക്കുന്നവൻ അവൻ. അശ്വതി കരുതിയിരുന്നോണം. എന്തിനാ? എന്തിനെന്നു? കുട്ടിമാമ അശ്വതി എന്നെ ഏൽപ്പിച്ചിട്ടാ പോക്കറക്കി പോയിരിക്കുന്നത്. തിരിച്ചു വരുന്നതിന് മുമ്പ് അവൻ എന്തെങ്കിലും അതിക്രമം കാണിച്ചാല് സമാധാനം പറയേണ്ടവൻ ഞാനാ. ഡാഡി തിരിച്ചു വരാൻ കാത്തിരിക്കാ ഞാനും. എന്നിട്ട് വേണം എനിക്ക് എല്ലാം പറയാൻ. എന്തോന്ന് പറയാൻ? അവനെ പറ്റി ഇനി മനസ്സിൽ വെച്ചിരുന്നിട്ട് കാര്യമില്ല. അശ്വതി, ഒന്നുകൊണ്ടും പേടിക്കണ്ട. നാളെ മുതൽ ഞാൻ നിഴല് പോലെ അശ്വതിയുടെ പുറകെ ഉണ്ടാവും. ബാക്കി ഇരുന്നോണ്ട്. താങ്ക് യു. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്.